നമ്മൾ മെനയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെഫറൻസ് ബുക്സ്. അതെ, ഒരു പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ ഇഗ്നോ നൽകുന്ന സ്റ്റഡി മെറ്റീരിയൽസിനേക്കാൾ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് പ്രത്യേകം തയ്യാറാക്കിയ ചില റെഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ലഭ്യമാണ്. ഈ റെഫറൻസ് മെറ്റീരിയൽസിലെ ഓഡിയോ വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മൾട്ടിമീഡിയ ക്ലാസ്സസ്, റെഫറൻസ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സുപ്രധാനമായ സംഗതി, ഈസിയായി പാസ്സാകാം എന്നുള്ളത് കേവലം ഒരു തന്ത്രമായോ ഒരു മന്ത്രമായോ എടുക്കേണ്ടതില്ല. മനുഷ്യ പ്രയത്നത്തിലൂടെയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. ഈസിയായി പാസ്സാകാം എന്നുള്ളത് മറ്റാരെങ്കിലും താങ്കളെ പാസ്സാക്കുമെന്ന് സ്വപ്നം കാണരുത്. ഈസിയായി ആരെങ്കിലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കരുത്. താങ്കൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന തന്ത്രം, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഉപയോഗിക്കുന്ന തന്ത്രം തുമ്പിയെ കല്ലെടുപ്പിക്കുക എന്നുള്ളതാണ്. ലഘുവായ കല്ല്, ചെറിയ കല്ല്, നല്ല തുമ്പിക്ക് ട്രെയിനിങ് കൊടുത്ത് ആ കല്ലെടുപ്പിക്കുക എന്നുള്ളതാണ്. അഥവാ മുന്നിൽ കിടക്കുന്ന ഒരു പാവക്കുട്ടിയെ നമ്മുടെ ചക്കരക്കുട്ടി സ്വന്തം കാൽ, കൈ, ദേഹം ഉപയോഗിച്ചുകൊണ്ട് നടന്ന് ഇഴഞ്ഞ് നീങ്ങി അത് കൈപ്പറ്റി ആ വസ്തു കൈവശം ആക്കുകയും അങ്ങനെ നല്ല മനോഹരമായ വിജയശ്രീ ലാളിതനായി ആ കുട്ടിയുടെ മനസ്സ് എത്രത്തോളം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമോ അങ്ങനെ തുള്ളിച്ചാടാൻ താങ്കളെ പര്യാപ്തമാക്കുകയാണ് ഈ രണ്ട് സംഗതികളും. എഡ്ജ് നൽകുന്ന ഓഡിയോ വീഡിയോ ആപ്പ് മുഖേനയുള്ള മൾട്ടിമീഡിയ ഉപയോഗിച്ചുള്ള ക്ലാസുകളും അതുപോലെ തന്നെ മനോഹരമായ റെഫറൻസ് മെറ്റീരിയൽസും താങ്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ റെഫറൻസ് മെറ്റീരിയൽസിന്റെ ഏറ്റവും വലിയ ചില പ്രത്യേകതകൾ ഞാൻ അറിയിക്കുന്നതിന് മുമ്പ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റെഫറൻസ് മെറ്റീരിയൽസിലേക്ക് പോകുന്നതിന് മുമ്പ് പഠിതാക്കൾ 3 തരം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. 3 തരം പഠിതാക്കളിൽ ചിലർ ഗിഫ്റ്റഡ് ആണ്, വളരെ ഉയർന്ന നിലയിൽ ചിന്തിക്കുകയും ഉയർന്ന മാർക്ക് നേടുകയും 60%, 70%-ൽ കൂടുതൽ മാർക്ക് ജീവിതത്തിൽ എല്ലാ മേഖലയിലും വാങ്ങിച്ചിട്ടുള്ളവരാണ്. മറ്റൊരു കൂട്ടർ ആവറേജ് വിഭാഗത്തിലുള്ളവരാണ്. 40-നും 60-നും 40-നും 70-നും ഇടയ്ക്കുള്ള ആവറേജ് ഉള്ള വിഭാഗമാണ്. മറ്റൊരു വിഭാഗം ബിലോ ആവറേജ് ആണ്, 40%-ൽ താഴെ ഉള്ളവരാണ്. 40%-ൽ താഴെ മാർക്കുകൾ എല്ലാ പരീക്ഷകളിലും വാങ്ങുന്നവരെ ഏറ്റവും നല്ല രീതിയിൽ എളുപ്പത്തിൽ അവർക്ക് ആവറേജിനേക്കാൾ കുറച്ചും കൂടി ഉയരത്തിലേക്ക് മാർക്ക് എത്തിക്കാനുള്ള നൂതനമായ തന്ത്രങ്ങളാണ് ഈ ഈസിയായി പാസ്സാകാം എന്നുള്ള മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആവറേജ് സ്റ്റുഡൻസിനെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന്റെ ലെവലിലേക്ക് എത്തുകയും ഗിഫ്റ്റഡ് സ്റ്റുഡന്റിനെ ഔട്ട്സ്റ്റാൻഡിംഗ് അഥവാ ഓ എന്നുള്ള ലെവലിലേക്ക് എത്തിക്കുകയും ചെയ്യാനുള്ള നൂതനമായ തന്ത്രങ്ങളാണ് റെഫറൻസ് മെറ്റീരിയലും ആപ്പ് മുഖേനയുള്ള മൾട്ടിമീഡിയ ക്ലാസ്സസും എന്ന് മനസ്സിലാക്കുക. ODLന്റെ പ്രത്യേകത, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് അഥവാ ഓൺലൈൻ പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ. ഓൺലൈൻ പ്രോഗ്രാമിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് എപ്പോഴും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഓൺ ടൈം, ഓൺ സ്പേസ്, ഓൺ പേസ് ഉപയോഗിച്ചുകൊണ്ട് സ്പെസിഫിക് ആയി, മെഷറബിൾ ആയി, അഡ്ജസ്റ്റബിൾ ആയി, റിലയബിൾ ആയി, ടൈം ബൗണ്ട് ആയി പാസ്സാകാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തിരി ചെലവ് വരും, പക്ഷേ ബേജാറാകേണ്ടതില്ല. ആ ചെലവിലൂടെ നമ്മൾ മറ്റ് ജീവിതത്തിന്റെ കുറെ സമയം നഷ്ടപ്പെടുത്തുകയും ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള മാർഗതടസ്സം ഒഴിവാക്കുകയും ഒപ്പം തന്നെ പ്രൊമോഷൻ തുടങ്ങിയ രീതിയിലൂടെ നല്ല വരുമാനം കിട്ടുകയും ചെയ്യുന്ന സംഗതികൾ ഒഴിവാക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള റെഫറൻസ് മെറ്റീരിയലുകളിലൂടെ 100% നല്ല മാർക്കോടുകൂടി വിജയിക്കാനുള്ളതാണ്. ആദ്യാവസരങ്ങളിൽ തന്നെ ചെലവുകൾ പരിഗണിക്കാതെ നല്ല മാർഗത്തിൽ പാസ്സാകാൻ വേണ്ടി റെഫറൻസ് മെറ്റീരിയലിലൂടെ അതുപോലെ തന്നെ ആപ്പിലൂടെ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. അതിന് താങ്കൾക്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള റെഫറൻസ് മെറ്റീരിയലിന്റെ ഏതാനും ചില നല്ല വർത്തമാനങ്ങൾ താങ്കളെ അറിയിക്കുകയാണ്. ഈ റെഫറൻസ് മെറ്റീരിയൽ സ്വന്തമായി ഓരോരുത്തരുടെയും അവരവരുടെ സിഗ്നിഫിക്കൻസ് അനുസരിച്ച്, അവരവരുടെ മേന്മ അനുസരിച്ച്, അവരവരുടെ റോൾ അനുസരിച്ച് കോഴ്സസിന് ഓരോ
മൂല്യം നൽകുന്നു. മാത്രമല്ല പ്രിന്റഡ് കോമ്പോസിഷൻ ജനറലി possess to deliver detailed knowledge to people for consultations or research basis are known as reference books. താങ്കൾക്ക് ഒരു റെഫറൻസ് ബുക്സ് എന്ന് പറയുന്നത് അന്വേഷണ കൗതുകത്തോടു കൂടി ഇനി എന്ത് എന്നുള്ള താങ്കളുടെ അന്വേഷണത്തിനും താങ്കളുടെ അറിവിന്റെ പരിമിതിക്കും ഉയരങ്ങളിലേക്ക് താങ്കളെ എത്തിക്കുകയാണ്. അവ നിർബന്ധമായും മിസ്സെല്ലേനിയസ് ഇൻഫർമേഷൻസും ഫാസിനേറ്റിംഗ് ഫാക്ട്സും ഉൾക്കൊള്ളുന്നതാണ്. മാത്രമല്ല അവ ഒരുപാട് ഇൻഫർമേഷൻസിനെ കാച്ചി കുറുക്കിയ രൂപത്തിലാണ് അവ ഉണ്ടാവുക. അതിനോടൊപ്പം തന്നെ സ്വന്തമായി അറേഞ്ച് ചെയ്ത് ക്രോണോളോജിക്കലി കാലഘട്ടത്തിനനുസരിച്ച് സ്വന്തമായി തയ്യാറാക്കി അവരവരുടെ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ റെഫറൻസ് ബുക്ക് നമ്മെ സഹായിക്കുന്നു. മാത്രമല്ല നല്ല മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് ഈസിലി ആൻഡ് കൺവീനിയന്റ്ലി നോളജ് അക്വയർ ചെയ്യാൻ വളരെ എളുപ്പത്തിലും സൗകര്യപ്രദമായ രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ ഒരു റെഫറൻസ് മെറ്റീരിയൽ എന്തുകൊണ്ടും നല്ലതാണ്. മാത്രമല്ല ഒരു പക്ഷിയുടെ കണ്ണ് എത്രത്തോളം സൂക്ഷ്മമായി ഒരു വസ്തുവിനെ നിരീക്ഷിക്കുന്നുവോ അതുപോലെ ഒരു വർഷത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സിലബസിനെ ഏറ്റവും നല്ല ഒരു പക്ഷിയുടെ നേത്രം പോലെ ഒരു കഴുക കണ്ണുപോലെ വളരെ സൂക്ഷ്മമായി ദർശിച്ച് നമുക്ക് ആവശ്യമുള്ള സംഗതികൾ മനസ്സിലാക്കാൻ പര്യാപ്തമാക്കുന്നതാണ് ഒരു റെഫറൻസ് മെറ്റീരിയൽ എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല വാരി വലിച്ച് എല്ലാം പരന്ന് പോകുന്നതിനേക്കാൾ ടാർജറ്റ് ഓറിയന്റഡ് ആയി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരു വലിയ ലൈബ്രറിയിൽ കയറി പരതുന്നതിന് പകരം നമ്മളുടെ മുമ്പിലുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള റെഫർ ചെയ്യാനുള്ള സൂക്ഷ്മ നോളേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെഫർ ചെയ്യാനാണ്. ആക്ച്വൽ ഫാക്ട്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ പൂർണ്ണമായും നമുക്ക് ലഭിക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് റെഫറൻസ് മെറ്റീരിയൽസ്. ഒരു റെഫറൻസ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ നോളജ് അറിവ് സസൂക്ഷ്മമായി ചെയ്യാനും അത് കൃത്യമായി മനസ്സിലാക്കാനും എവിടെയൊക്കെയാണ് പോരായ്മകൾ എന്ന് മനസ്സിലാക്കി ആ പോരായ്മകൾ തിരുത്താൻ ഉപകരിക്കുന്നതാണ് തീർച്ചയായും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് നൽകുന്ന റെഫറൻസ് മെറ്റീരിയൽ എന്ന് ഓർക്കുക. റെഫറൻസ് ബുക്സ് നിർബന്ധമായും സെൽഫ് സ്റ്റഡിക്കും സ്വപഠനത്തിനും അതുപോലെ തന്നെ അനാലിസിസ് അപഗ്രഥത്തിനും ഓരോ പഠിതാക്കളെയും തയ്യാറാക്കുന്നു. കംപ്ലീറ്റ് വർക്കിനെ അത് അവരവരുടേതായിട്ടുള്ള രൂപത്തിലേക്ക് കാച്ചിക്കുറുക്കി ഒരു സെൽഫ് എഫേർട്ടിനുള്ള അതും ലോങ് റൺ സെൽഫ് എഫേർട്ടിനുള്ള തയ്യാറെടുപ്പിനെ നമ്മെ അത് തയ്യാറാക്കുകയാണ്. റെഫറൻസ് ബുക്ക് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സ്പ്രെഡിംഗ് ഇൻഫർമേഷൻ വിവിഡ്ലി ആൻഡ് ദസ് മേ ആക്ട് ആസ് എ മൊഡ്യൂൾ to stimulate scientific thinking. താങ്കളിലെ ശാസ്ത്രീയമായ ചിന്ത വളർത്തിയെടുക്കാനും അങ്ങനെ നല്ല ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി നല്ല രീതിയിൽ കളക്ട് ചെയ്യാൻ, നല്ല രീതിയിൽ ശേഖരിക്കാൻ, നല്ല രീതിയിൽ ഒരുക്കിയെടുക്കാൻ, നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ, നല്ല രീതിയിൽ പരിശ്രമിക്കാൻ, നല്ല രീതിയിൽ അതിനെ അപഗ്രഥിക്കാൻ, നല്ല രീതിയിൽ റിസൾട്ടിലേക്ക് എത്താൻ താങ്കളെ സഹായിക്കുകയാണ് നല്ല ഒരു റെഫറൻസ് മെറ്റീരിയൽ. അത്തരത്തിലുള്ള ഒരു പോണ്ടർ ഇൻ ടു ദ ഓഷൻ ഓഫ് നോളജ് ആണ് റെഫറൻസ് ബുക്ക് എന്ന് മനസ്സിലാക്കുക. ഇറ്റ് ലീഡ് ടു ന്യൂ വിസ്റ്റാസ് ഓഫ് നോളജ് ദാറ്റ് ഹെൽപ്പ് ഇൻ അക്വയറിംഗ് ക്രെഡിബിലിറ്റി. താങ്കളിലെ വിശ്വസനീയമായ ഉറപ്പിച്ച ചില വസ്തുതകളിലേക്ക് താങ്കളെ എത്തിക്കാനുള്ളതാണ് റെഫറൻസ് മെറ്റീരിയലുടെ ധർമ്മം എന്ന് മനസ്സിലാക്കുക. എൻസൈക്ലോപീഡിയ പോലെ, ഡിക്ഷണറി പോലെ, ഡയറക്ടറീസ് പോലെ, ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസ് പോലെ, ഇയർ ബുക്സ് ഓർ സപ്ലിമെന്റ് എൻസൈക്ലോപീഡിയ പോലെ, മാനുവൽസ് പോലെ, സ്റ്റാറ്റിസ്റ്റിക്കൽ സോഴ്സസ് പോലെ, ബിബ്ലിയോഗ്രാഫീസ് പോലെ, ബയോഗ്രാഫിക് സോഴ്സസ് പോലെ, ഗൈഡ് ബുക്സ് ഓർ മാപ്സ് പോലെ ഏറ്റവും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നൽകുന്ന അഷ്വേർഡ് പാസ് പുസ്തകങ്ങൾ, റെഫറൻസ് മെറ്റീരിയൽസ് എന്ന് മനസ്സിലാക്കുക. ഇന്ന് ഈ ലോകം മുഴുവനും നമുക്ക് സപ്പോർട്ട് തരുന്ന കുറെ സംഗതികൾ ഒരു റെഫറൻസ് മെറ്റീരിയലിന്റെ യൂസ്ഫുൾനെസ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. റെഫറൻസ് ബുക്സ് ഹെൽപ്പ് ഇൻ ക്വിക്ക്, timely
ആൻഡ് ഫാസ്റ്റ് ചെക്കിംഗ് ഓഫ് സോഴ്സസ്. വിഭവങ്ങളെ ഏറ്റവും എളുപ്പത്തിൽ സമയബന്ധിതമായി പെട്ടെന്ന് മനസ്സിലാക്കാൻ റഫറൻസ് ബുക്ക് നമ്മെ സഹായിക്കുന്നു. മാത്രമല്ല ഫ്ലോ ചാർട്ടുകൾ ഉണ്ടാക്കി ടോപ്പിക്കുകൾ കൃത്യമായി ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി ചാർട്ടുകളിലൂടെ വർണ്ണാഭമായ കളറുകളിലൂടെ താങ്കൾക്ക് പഠന പ്രക്രിയ കുറച്ചും കൂടി എളുപ്പത്തിലാക്കാൻ റഫറൻസ് മെറ്റീരിയൽ താങ്കളെ സഹായിക്കുന്നു. മാത്രമല്ല ഈ റഫറൻസ് മെറ്റീരിയലിലെ മുൻ വർഷത്തെ ലേബർ ഇന്ത്യ പോലെ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളെല്ലാം അനാലിസിസ് നടത്തി ഏതൊക്കെ ചോദ്യം 3 മാർക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്, 5 മാർക്കിന്റെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്, 10 മാർക്കിന്റെ ചോദ്യം വന്നാൽ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്, അതിന്റെ അകത്ത് തന്നെ സബ് ഡിവിഷൻസ് വന്നാൽ അത് ചോയ്സസ് പലതരത്തിൽ മൾട്ടി ചോയ്സസ് വന്നാൽ എങ്ങനെയൊക്കെയാണ് ഉത്തരം നൽകേണ്ടത് എന്ന് നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. അഥവാ ഇറ്റ് ഹെൽപ്സ് ദ എഡ്യൂക്കേറ്റേഴ്സ് in preparing exam papers by providing a variety of questions for a single topic. ഒരു ടോപ്പിക്കിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുകയും ആ നേരത്തെ തന്നെ ചോദ്യങ്ങൾ പരിചയപ്പെട്ട് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ പുഞ്ചിരിയോടുകൂടി നമുക്ക് പരീക്ഷ എഴുതാൻ നമ്മെ സഹായിക്കുന്നു. മാത്രമല്ല ഈ എക്സാമിൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നുള്ള ആപ്തവാക്യം താങ്കൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആക്കുന്നത് പ്രാക്ടീസ് ആണ്. പലപ്പോഴും ഡ്രാമ നമ്മൾ കളിക്കുമ്പോൾ, നാടകം കളിക്കുമ്പോൾ റിഹേഴ്സൽ ചെയ്യാത്ത റിപ്പീറ്റ് ചെയ്യാത്ത ഒരാൾക്കും നല്ല നാടകം കളിക്കാൻ കഴിയുകയില്ല. അവിടെ എല്ലാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രാക്ടീസ് തന്നെയാണ്. അങ്ങനെ ഒരു പ്രാക്ടീസിനെ ഈ റഫറൻസ് മെറ്റീരിയലും ഈ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ക്ലാസുകളും താങ്കളെ സഹായിക്കുന്നു. ഇറ്റ് കണ്ടെയ്ൻസ് എ ബിബ്ലിയോഗ്രാഫി ടു അക്വയർ അഡീഷണൽ നോളേജ് ആൻഡ് ഫൈൻഡ് സോഴ്സസ് ഫോർ ടോപ്പിക്സ്. ഒരു വിഷയത്തിൽ 60 മാർക്ക് നമുക്ക് വാങ്ങുക എളുപ്പമാണ്. പക്ഷെ ആ 60 മാർക്കിന്റെ ഉപരി 70 മാർക്ക് 80 മാർക്കൊക്കെ വാങ്ങാൻ താങ്കളെ സമയബന്ധിതമായി പര്യാപ്തമാക്കുന്ന താങ്കളുടെ അഡീഷണൽ നോളജ് വർദ്ധിപ്പിക്കാനും താങ്കളിലെ വിഭവങ്ങൾ പ്രത്യേക രീതിയിൽ വർദ്ധിപ്പിക്കാനും ഇത്തരത്തിലുള്ള ചിന്തകൾ താങ്കളെ സഹായിക്കുന്നു. ബൈ പ്രൊവൈഡിംഗ് ഗുഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ലേണിംഗ് സ്പെസിഫിക് വൊക്കാബുലറി, ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് ഫോർ ബോർഡ് എക്സാംസ് വിത്ത് കംപ്ലീറ്റ് ഗ്രാസ്പ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺ. ചോദ്യ പേപ്പറുകളുടെ രീതികളെ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്ത് ഒരു സ്മൂത്ത് and seamless functioning of a school, it is essential that the school library hold necessary reference books എന്ന് ആപ്തവാക്യങ്ങളിൽ പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് തന്നെ ഒരു ലൈബ്രറിയെ കൊണ്ടുവന്ന് എത്തിക്കാൻ ഈ റഫറൻസ് മെറ്റീരിയൽസിന് സഹായിക്കുന്നു. നമ്മളുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൃത്യമായി ഈ റഫറൻസ് മെറ്റീരിയലുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. അത് കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി ഓരോ വിദ്യാർത്ഥികൾക്കും ഗുണം ചെയ്യുന്നതിനെ പറ്റി ഏറ്റവും കൂടുതൽ ആഴത്തിൽ അത് മനസ്സിലാക്കുന്നു. There is no age to learn എന്ന് നമുക്കറിയാം. പഠനത്തിന് പ്രായമില്ല. അതുപോലെ തന്നെ താങ്കളുടെ സഞ്ചാരത്തിന് ഒരു അരുതിയില്ല. താങ്കൾക്ക് എത്ര വേണമെങ്കിലും മനോഹരമായിട്ട് മുന്നോട്ട് പോകാം. Acquire knowledge and develop skills because it will lead you to excel in the longer run. ഏറ്റവും നല്ല രീതിയിൽ താങ്കൾക്ക് മുന്നോട്ട് പോയി വിജയശ്രീലാളിതരായി താങ്കൾക്ക് കുതിക്കാൻ ഏറ്റവും നല്ല മനോഹരമായ ഇത്തരത്തിലുള്ള റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് സഹായകമാണ്. പ്രിയപ്പെട്ടവരെ, റഫറൻസ് മെറ്റീരിയൽ ആവശ്യമുള്ളവർ ഈ നമ്പറിലേക്ക്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആവശ്യപ്പെട്ടിട്ടുള്ള നമ്പറിൽ താങ്കൾക്ക് റഫറൻസ് മെറ്റീരിയൽ എന്നൊരു വാട്സാപ്പ് മെസ്സേജ് മാത്രം നൽകുക. താങ്കൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായും ഇഗ്നോ വിദ്യാർത്ഥികൾക്ക്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് പരീക്ഷയെ എങ്ങനെ ഈസിയായി പാസ്സാകാം എന്നുള്ളതിന് ഗവേഷണാത്മകമായി ഒരു കൂട്ടം അക്കാഡമിക് കൗൺസിലർ ഏറ്റവും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള PG, നെറ്റ്, സെറ്റ്, PhD ഉള്ള കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള മനോഹരമായ ഇത്തരത്തിലുള്ള റഫറൻസ് മെറ്റീരിയലും ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ക്ലാസുകളും ആപ്പ് മുഖേനയുള്ള ഡയറക്റ്റ് ക്ലാസുകളും താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ജൂൺ 2023 പരീക്ഷകൾ, തുടർന്ന് വരുന്ന പരീക്ഷകളും ഈസിയായി പാസ്സാകാം. പുഞ്ചിരിയോടുകൂടി, സദാ പുഞ്ചിരിയോടുകൂടി പരീക്ഷാ ഹാളിൽ നിറഞ്ഞു ഇരുന്ന് എഴുതാനും
100-100 വിജയം നേടാനും സൂപ്പർബായി മുന്നോട്ട് പോകാനുമുള്ള ഏറ്റവും നല്ല രീതിയാണ്. അതുപോലെ തന്നെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനുള്ള ആൻസേഴ്സ്, അതിനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇത്തരത്തിലുള്ള റെഫറൻസ് മെറ്റീരിയൽ ഉടലെടുത്തിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്ക് എനിക്ക് കഴിയുമോ എന്നുള്ള ചിന്തയ്ക്ക് പകരം എനിക്ക് കഴിയും എന്നുള്ള ചിന്തകളിലൂടെ ഇഗ്നോ പരീക്ഷകൾ ലളിതമാണ്, മധുരമാണ് എന്നുള്ള അർത്ഥത്തോടു കൂടി ഷുവർ 90+ മാർക്ക് വാങ്ങാനുള്ള മുന്നൊരുക്കങ്ങൾ താങ്കൾക്ക് നടത്താൻ എന്തുകൊണ്ടും താങ്കൾ തയ്യാറാവുക. ഇഗ്നോ പരീക്ഷകളിലെ പ്രാക്ടീസ് മോഡൽ എക്സാംസ് നടത്തി 90-ൽ കൂടുതൽ മാർക്കുകൾ വാങ്ങാൻ, ഇഗ്നോ പരീക്ഷകൾ സ്മാർട്ടായി ഒരുങ്ങാൻ ഇത്തരത്തിലുള്ള റെഫറൻസ് മെറ്റീരിയൽസ് താങ്കൾക്ക് ഗുണകരമാണ്. അതുപോലെ തന്നെ ആപ്പ് മുഖേനയുള്ള ക്ലാസുകൾ താങ്കൾക്ക് ഗുണകരമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. താങ്കൾക്ക് ഇനിയും എക്സാമിനേഷന് സീറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ, എക്സാമിനേഷന് അപേക്ഷിക്കാൻ കഴിയില്ല എങ്കിൽ, ഒരു കാരണവശാലും തെറ്റായ പ്രവണതകൾ നടത്തി നിങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്ന ചില കഫേക്കാരുടെ തന്ത്രങ്ങളിൽ ചെന്ന് കുടുങ്ങാതെ, അതുപോലെ തന്നെ കുറെ അൺനെസസറിയുള്ള, അപര്യാപ്തതയുള്ള, അല്ലെങ്കിൽ കൂടുതൽ ശോഭിക്കാത്ത, എക്സ്പേർട്ട് അല്ലാത്ത ആളുകളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വകവയ്ക്കാതെ താങ്കൾ കൃത്യമായി താങ്കൾക്ക് അറിയാനുള്ള ഇൻഫർമേഷൻസ് വാട്സപ്പിലൂടെ ബന്ധപ്പെട്ട് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ വിദഗ്ധരായ അധ്യാപകരിൽ നിന്ന്, അക്കാഡമിക് കൗൺസിലറുടെ സപ്പോർട്ടോടുകൂടി പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനും പരീക്ഷയ്ക്ക് തയ്യാറാകാനും താങ്കൾക്ക് കഴിയുമാറാകട്ടെ. 100-100% മാർക്ക് വാങ്ങി വിജയിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. വീഡിയോയെ പറ്റിയുള്ള താങ്കളുടെ കമന്റ് നിർബന്ധമായും രേഖപ്പെടുത്തുക. ഈ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ താങ്കൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. 1000 നന്ദി, നമസ്കാരം.